ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പോൾ നാളെ ചക്കിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ഗിഫ്റ്റ് പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ രാത്രി ഇരുന്ന് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പാക്ക് ചെയ്യാമെന്ന്. അപ്പോൾ കെട്ടിയവനും കിടന്നുറങ്ങുകയാണ്, ആൾക്ക് നൈറ്റാണ്. അപ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് അവിടെ പയ്യെ ഇരുന്ന് ഞാൻ എല്ലാം ഗിഫ്റ്റ് പാക്ക് ചെയ്യുകയാണ്. അപ്പം ചക്കിക്ക് 4 വയസ്സാവുന്നതിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഈ 4 വയസ്സിൽ ആദ്യത്തെ ബർത്ത്ഡേ മാത്രം ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുള്ളൂ. പിന്നെ 2ഉം 3ഉം ഞാനുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം 4ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഇതേപോലെ പാക്ക് ചെയ്തിട്ടൊക്കെ. അതിൻ്റെ ഇടയിൽ കതക് ആരോ തുറന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പിള്ളേരും എല്ലാം എണീറ്റ് വന്നതാണെന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞതേ 4 ഗിഫ്റ്റ് മേടിച്ചപ്പോഴത്തേക്കും കറക്റ്റ് 4 ഗിഫ്റ്റായിട്ട് അറേഞ്ച് ചെയ്തു. ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് പാക്കറ്റൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തേക്കുവാണ്. ഇനി അവരെ വിളിക്കാം. ഇതാദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് തന്നെ. ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പം നോക്കാൻ റിയാക്ഷൻ. 3 ആളെയും അപ്പുറത്ത് റൂമിൽ വെത്തിയേക്കുക. സർപ്രൈസ് ഗിഫ്റ്റ് ചക്കിക്ക് 4 ചക്കിക്ക. ചക്കി വേഗാവട്ടെ, ഇരുന്ന് പൊട്ടിക്ക് നോക്കട്ടെ എന്തൊക്കെയാന്ന്. ഇഷ്ടായ? കൊള്ളാവോ? പന്നിയോ? ഇഷ്ടായ? മാറ്. മാറ്. മുത്ത് കണ്ടുപിടിച്ച് കളഞ്ഞ്. അതെ, അത് മിക്കവാറും അപ്പയുടെ സഹായം വേണ്ടി വരും എന്നാ തോന്നുന്നത് ചക്കിക്ക്. അല്ലേ ചക്കി? കത്രി എടുത്തട്ടാ. ചേച്ചിയുടെ സഹായത്തോടെ അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. എന്താണ് ഇതിനുള്ളിൽ നിന്നും ഒരു പിടിയുമില്ലാതെ വലിഞ്ഞൊക്കെ നോക്കുകയാണ്. അപ്പം ഏത് നിമിഷവും ഇതിപ്പോൾ പൊട്ടിക്കാൻ പോണ്. ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ നമുക്ക് കാണാം. എന്തോ ചക്കിയത്? ഇഷ്ടായ? ഏത് ഗിഫ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഏത് സൈക്കിളാണോ ഇഷ്ടമായത്? ചെറിയൊരു ഡെക്കറേഷൻ. അല്ല, മുത്തിന്റെ ബർത്ത്ഡേ ആദ്യം. ചക്കി, കേക്ക് എങ്ങനെയുണ്ട്? ഈവൻ കേക്ക് സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടാ? എന്തോ ഇത്? എന്തോ കേക്കിൽ അവിടെ ഇരിക്കുന്ന സ്വന്തം എന്തോ ഇപ്പം എടുക്കല്ലോ. എന്തോ ഇത്? പിഗ്. അമ്മ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അമ്മ ചെയ്തതാ. ഇത് കത്തി എടുത്തിട്ടോ മുത്ത. കത്തി. കുറേ നാളിന് ശേഷമാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ UK-ൽ ഞാൻ പ്ലെയിൻ ഫ്ലവർ വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പ്ലെയിൻ ഫ്ലവർ കൊണ്ട് കേക്ക് ആദ്യം ഒന്നും സെറ്റായില്ല. പിന്നെ വീണ്ടും ഒന്ന് സെറ്റാക്കി എടുക്കുക ചെയ്തത്. പിന്നെ ഈ പറയുന്ന പോലെ മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുന്നേ കേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഈ വക സാധനങ്ങളെല്ലാമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ പരിമിതിക്കുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് അപ്പം പെപ്പ പിഗ് തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഫുഡ് കളറൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പം വൈറ്റായിട്ടിരുന്ന ഫോണ്ടൻ്റ് ഐസിങ് വെച്ച് തന്നെ ഞാൻ എല്ലാം ചെയ്തത്. എന്തായാലും ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചത്രയും കേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും എനിക്കിത് വളരെ പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. കാരണം 2 കൊല്ലം ഞാനുണ്ടായിരുന്നില്ല. എനിക്കെപ്പോഴും കൊച്ചുങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ള ഒരാളാണ്. പക്ഷേ നമ്മുടെ എന്താ പറയുന്നത്, സാഹചര്യങ്ങൾ നമ്മൾ അനുവദിക്കില്ലല്ലോ. അപ്പോൾ പ്രവാസികളായ എല്ലാവർക്കും ൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രവാസിയായിരുന്നു ഞാൻ ഇത്രയും നാളും. ഇപ്പോഴും പ്രവാസി തന്നെയാണ്, പക്ഷേ കുട്ടികൾ കൂടുതൽ ഉണ്ടെന്നുള്ളൊരു സമാധാനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.